ഹായ് ഹലോ. ഞാൻ ഇന്നിവിടെ ഈ ഒരു കടയിൽ വന്നത് ഒരു സാധനം വാങ്ങിക്കാനാണ്. വേറൊന്നുമല്ല, വാച്ച് തന്നെയാണ്. ഒരു ചെറിയൊരു സമ്മാനം, എന്നിൽ ഒതുങ്ങുന്ന ഒരു ചെറിയൊരു സമ്മാനം ഒരു സ്പെഷ്യൽ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അതും വാങ്ങിച്ചിട്ട് നേരെ മക്കളെയും കൂട്ടി പാർക്കിലോട്ട് വന്നു കേട്ടാ. എന്നിട്ട് അവരെ കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സൈഡിൽ അങ്ങനെ ആയിരുന്നു. അവിടെ ചെറിയ ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടാ. വരാൻ പോകുന്ന സ്പെഷ്യൽ ആൾ വേറെ ആരുമല്ല, എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 12 വർഷം തികയാണ് കേട്ടാ. അപ്പോൾ ആ ഒരു ദിവസം ഞാൻ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കി ചെറിയൊരു പൈസയെങ്കിൽ ചെറിയൊരു പൈസ, അതിന് എന്നാൽ കഴിയുന്ന ഒരു ചെറിയൊരു സമ്മാനം, അത്രേ കരുതിയുള്ള കേട്ടാ. അങ്ങനെ ആളെത്തിപ്പോയി. ആ കൈകളിൽ കൊടുത്തപ്പോൾ എനിക്ക് എന്ത് സന്തോഷമായെന്നറിയോ. പക്ഷേ ആൾക്ക് നേരെ വിപരീതമായിരുന്നു. അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടിയിപ്പിച്ചു എന്ന് തന്നെ പറയാം. എന്താ പറയുക, അതൊന്നും ഇഷ്ടമല്ല അങ്ങനെ സമ്മാനങ്ങളൊന്നും കൊടുക്കണതായിരിക്കാം, അറിയില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കലക്കി തെളിച്ച് നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോയി കേട്ടാ ഫുഡ് കഴിക്കാനായിട്ട്. അവിടെ പോയപ്പോൾ ഏകദേശം അടയ്ക്കാനുള്ള സമയമായി. പിന്നെ ഉള്ള ഭക്ഷണങ്ങളൊക്കെ ഓർഡർ ചെയ്ത് സന്തോഷത്തോടുകൂടി നമ്മളെല്ലാവരും ഇരുന്ന് കഴിച്ചു കേട്ടാ. ഇങ്ങനെ ആ ചെറിയൊരു നിമിഷങ്ങളൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നേരെ വാഷൊക്കെ ചെയ്തിട്ട് നേരെ നമ്മൾ പാർക്കിംഗ് ഏരിയയിലോട്ട് പോയി കേട്ടാ. അവിടെ അപ്പോഴത്തേക്കും കുട്ടികളെല്ലാം പോയിട്ടുണ്ടായിരുന്നു. കുറേ സമയമായിട്ടുണ്ടായിരുന്നല്ല, എമുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ നല്ല ഉറക്കത്തിലായിരുന്നു. അവരെന്നും ശല്യപ്പെടുത്താൻ നമ്മൾ നേരെ ബാക്കിലോട്ട് പോയി കേട്ടാ. അവിടെ വലിയൊരു ഊഞ്ഞാലുണ്ട്, അവിടെ 2-3 പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. അവിടെ ഇക്കായും മക്കളൊക്കെ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യും. ഇപ്പുറത്ത് പേരറ്റിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെ അവിടെയും പോയി നിന്ന് കുറേ നേരം അതിനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമായി കേട്ടാ. അപ്പോൾ എന്ത് പറയാനാ, ഈ ഒരു ദിവസം, ഈ ഒരു ആനിവേഴ്സറി ദിനത്തിൽ വേറെ എന്ത് പറയാനാ, ഇതിനേക്കാൾ ഉപരി വേറെ ഒന്നും എനിക്ക് വേണ്ട. കുറച്ച് ഫോട്ടോസും മെമ്മറീസിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.